ഗുഡ് മോർണിംഗ് രവി. നോ, യു ആർ സ്ലീപ്പി മോർണിംഗ്. മിസ്റ്റർ മടിയൻ, ഞാൻ നിന്റെ കള്ളത്തരം കണ്ടുപിടിച്ചു. കുറച്ചുകൂടെ കിടന്നുറങ്ങിക്കോ. ബെഡ് കോഫി തരാൻ ഞാൻ ഗോപിയോട് പറയാം. ഏയ്, ഞാൻ ജസ്റ്റ് ഇപ്പൊ ഇരുന്നതേ ഉള്ളൂ. ഞാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. ഓ, ഒന്ന് റിലാക്സ് ചെയ്യാൻ ബ്രേക്ക് എടുത്തതാ. ഓ ശരി, ഞാൻ വിശ്വസിച്ചു. ഹലോ, ജോയിന് സാൻഡ്രോ ഇല്ലു? വരും, നമുക്കിറങ്ങാം. സാന്ദ്ര ജോയിൻ ചെയ്യാന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കമാൺ. ഗുഡ് മോർണിംഗ് ബാലമാമ. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. സോറി അങ്കിൾ, ഇതൊട്ടും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ കാൻ ഡു ദിസ്. അതെന്താ പറ്റാത്തെ? നിനക്ക് അവളോട് പ്രേമം തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോ അല്ലേ? അല്ല, അവളുടെ അച്ഛനൊക്കെ വന്ന് കണ്ട് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്ന അവസ്ഥയിൽ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും. അങ്കിൾ പ്ലീസ്, ഐ എം സോറി. ശ്രീലക്ഷ്മി പാവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവളെ ഇരയാക്കി രവിവർമ്മൻ സാറിനെ വേട്ടയാടുന്നത് ശരിയല്ല. സ്ത്രീകളെ നടുക്ക് നിർത്തിയുള്ള കളി ബോറാണ്. ഓ, സിമ്പതി മനസ്സിലായി എനിക്ക്. എന്നാലേ ഈ തൊഴിലിൽ ആ വാക്കിന് അർത്ഥമില്ല. ഇന്നിവിടെ രവിയുടെ സാമ്രാജ്യം തകർക്കാൻ അവൾ മാത്രമാണ് പറ്റിയ ആയുധം. നീ ചരിത്രവും പുരാണവും പരിശോധിക്ക്. രാമായണവും മഹാഭാരതവും സൃഷ്ടിക്കപ്പെട്ടത് തന്നെ പെണ്ണ് കാരണമാണ്. ആ ഇതിഹാസങ്ങളിൽ ധീരന്മാരുടെ പരാജയത്തിന് പിന്നിൽ പെണ്ണിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇവിടെയും രവിയെ തളയ്ക്കാൻ ആ പെൺകുട്ടിയെ വേണം നമുക്ക്. അവളാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കുറുപ്പ് കുലാൻ. ബട്ട് അങ്കിൾ, ശ്രീലക്ഷ്മി ഈസ് ഇന്നസെന്റ്. ഞാനും ഇന്നസെന്റ് ആണടാ. ശ്രീ, ഇനി 2 എക്സാം കൂടി കഴിഞ്ഞാ നമ്മുടെ കോളേജ് ലൈഫ് കഴിയും. നിനക്കാണെങ്കിൽ ജോലിയുണ്ട്. ഞാനിനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു. എന്താടി, നീ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? കേൾക്കാത്ത അല്ല കൃഷ്ണ, എനിക്കെപ്പോഴും ഇന്നലെ കണ്ട സ്വപ്നത്തിന്റെ ഓർമ്മയാ. ഹോ, ഇപ്പോഴും എനിക്കതിന്റെ നെഞ്ചടിപ്പ് മാറിയിട്ടില്ല. ഒന്ന് പോടി. അവളുടെ ഒരു വിചിത്രമായ സ്വപ്നം. വേറെ എന്തെല്ലാം നല്ല സ്വപ്നങ്ങൾ കാണാൻ പറ്റും? പ്രത്യേകിച്ച് നിനക്ക്. പ്രേമിക്കുന്ന കാലത്താ മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നത്. അതറിയോ നിനക്ക്? ഓക്കെ മാഡം. നന്ദൻ, ഞാൻ വിളിച്ചത് ആർ യു ഫ്രീ ടു ടോക്ക് നൗ? യെസ് മാം, ഫ്രീ ആണ്. ഓക്കെ ദെൻ, നന്ദൻ ഇരിക്കെ. വർഷ. യെസ് മാഡം. ബൈ ദ ബൈ, ഞാൻ വളച്ചുകിട്ടില്ല. അത് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ശ്രീലക്ഷ്മിയുടെ അച്ഛനല്ലേ മിസ്റ്റർ സുദർശൻ? അദ്ദേഹം എന്നെ കാണാൻ വീട്ടിലേക്ക് വന്നിരുന്നു. He wants to discuss something serious about her. നന്ദന് ഗുണമുള്ള കാര്യമാണ്. ഒപ്പം നന്ദന്റെ ജോലി ഈസിയാവും. കാര്യം എന്താണെന്ന് മനസ്സിലായോ? ഇല്ല.
മാഡം പറഞ്ഞാൽ മതി. പറയാം. നന്ദനൊരു മാരേജ് പ്രപ്പോസൽ. പെൺകുട്ടി ആരാണെന്നറിയാലോ? അദ്ദേഹത്തിന്റെ മകൾ നമ്മുടെ ശ്രീലക്ഷ്മി തന്നെ. പറഞ്ഞാൽ പറഞ്ഞത് തന്നെ. ഇടയ്ക്കൊരുപാട് ആശങ്കകളുണ്ടായിരുന്നു. എന്നാ ഇപ്പൊ എനിക്കൊരു കൺഫ്യൂഷനും ഇല്ല. ഐ ആം ഡെസ്പറേറ്റ്ലി ഇൻ ലവ് വിത്ത് ശ്രീലക്ഷ്മി ആൻഡ് ഐ വോണ്ട് ടു പ്രപ്പോസ് ഹർ. കൊള്ളാം. ഇതാണ് അതിന് പറ്റിയ സമയം. ഒന്നുകൂടെ നീ ആലോചിച്ച് നോക്ക്. നീ ഇപ്പൊ അവളോട് പറയേണ്ടത് പ്രേമത്തെ പറ്റിയാണോ അതോ ഗൗരിദാസിനെ പറ്റിയോ? കമോൺ, നീ വെറുതെ കാര്യങ്ങൾ കൂട്ടിക്കൊഴിക്കരുത്. ഗൗരിദാസിനെ ഹാൻഡിൽ ചെയ്യാൻ ഇവിടെ നീയുണ്ടല്ലോ, അത് തന്നെ ധാരാളമാണ്. എലിയെ കൊല്ലാൻ ഇല്ലം ചുടേണ്ട കാര്യമില്ല. പഴയൊരു ചൊല്ല, ഓർമ്മ കാണും നിനക്കത്. എക്സ്ക്യൂസ് മീ സർ, മേ ഐ കം ഇൻ? എന്താണ് നിനക്ക് വേണ്ടത്? ഡോറ് നോക്ക് ചെയ്തിട്ട് അകത്തേക്ക് വരാവോന്ന് നിനക്കറിയില്ലേ? അല്ലാതെ അകത്തേക്ക് കയറി വന്നിട്ടാണോ മേ കമിൻ എന്ന് ചോദിക്കുക? ഐ എം സോറി സർ, ആക്ച്വലി ഞാൻ... മതി, പോയി നിന്റെ ജോലി ഓ ഇറങ്ങി പോവാൻ. അതെ അമ്മേ, ഈ മുല്ലച്ചെടി ഇപ്പോ നമ്മുടെ കുടുംബത്തിലെ അംഗം തന്നെയാണ്. ഈ രവിചന്ദ്രവർമ്മൻ ക്ഷണിച്ചു വരുത്തിയ മണങ്ങളുടെ രാജകുമാരി, പരിശുദ്ധിയുടെ മാലകക്കുഞ്ഞ്. എന്റെ അമ്മേ, മതി മതി, നിറഞ്ഞു. ആ, ചെടിയെ പരിപാലിച്ചു കഴിഞ്ഞെങ്കിൽ കവി രവിചന്ദ്രവർമ്മനെ താഴേക്ക് വരാം. അവിടെ ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ശരി അമ്മേ. ഹലോ ഹലോ രാജാറാംബായി, എവിടെയാണിത്? അറിയുന്നുണ്ടോ വിശേഷങ്ങൾ വല്ലതും? എന്ത് വിശേഷം? പറയാം. നീ ഏർപ്പാടാക്കിയില്ലേ ആ സെക്യൂരിറ്റിക്കാരൻ? നമ്മുടെ പെൺകൊച്ചിനെ സമാധാനമായിട്ട് പഠിക്കാൻ പോലും അനുവദിക്കുന്നില്ല അവിടെ. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇടപെടേണ്ടി വന്നു എനിക്ക്. ഇടപെടാനോ? വാട്ട് യു മീൻ? മീനും ഇറച്ചിയൊന്നുമല്ല. എടാ രാജാറാമേ, നീ എന്തൊക്കെ ചെയ്താലും ഞാൻ എന്റെ ലക്ഷ്യത്തിലെത്തിയിരിക്കുമെന്ന് ഉറപ്പാ. വെറും വാക്ക് പറയുന്നതല്ല. സംശയമുണ്ടെങ്കിൽ നീ നിന്റെ സെക്യൂരിറ്റി ഒന്ന് വിളിച്ചു നോക്ക്. അവരിൽ ഒരുത്തിനെ ഞാൻ ചെറുതായിട്ടൊന്ന് നോവിച്ചിട്ടുണ്ട്, നിന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ. ചേടാ, ഇതിപ്പോ ഞാനാണ് അവരെ പറഞ്ഞു വിട്ടത്. അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോ മടങ്ങിപ്പോയി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യേണ്ടതെല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. എനിക്ക് നിങ്ങളെയാ സംശയം. നിങ്ങളെ രവിവർമ്മ സാറിന് ഫോൺ വിളിച്ച് പറഞ്ഞു കാണും അവരെ മടക്കി വിളിക്കാൻ. സരോജം, മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളാണ് നീ പറയണത്. മോള്, അവര് നിന്റെ അമ്മയെ പേടിച്ച് സ്ഥലം വിട്ടതാ, അല്ലാതെ വേറൊന്നുമല്ല. ആ, ദേ കാപ്പി റെഡി. നിങ്ങളുടെ തുണിയും കിണിയൊക്കെ എടുത്തോണ്ട് കളഞ്ഞേ. ആ മോളെ, നീ ആ നന്ദനോട് ഇതുവരെ ഒന്ന് വരാൻ പറയണേ. അവനെ കണ്ടിട്ട് ഒരുപാട് നാളായി. അമ്മയ്ക്ക് എന്തിനാ ഇപ്പൊ നന്ദന അത്യാവശ്യമായിട്ട് കണ്ടിട്ട്? വെറുതെ
നിന്നെ കെട്ടിക്കോളൂന്ന് ചോദിക്കാൻ. അമ്മേ, പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താ മതി. അവളുടെ ഓരോരോ ചോദ്യങ്ങളെ. നീയല്ലേ കാപ്പി വേണമെന്നും പറഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാക്കിയത്. കൊണ്ടുവച്ചപ്പോ ഇപ്പൊ എന്താ കഴിക്കാത്ത? ഇപ്പൊ എത്തിയുള്ളൂ. താനിപ്പോ എന്റെ കാര്യം ആലോചിച്ച് വിഷമിക്കണ്ട. എക്സാമിൽ ശ്രദ്ധിക്കാൻ നോക്ക്. ശരി സർ, താങ്ക് യു. സാർ എന്നോട് കാണിക്കുന്ന കെയറിങ്ങിനും വിശ്വാസത്തിനും ഞാൻ സാറിനൊരു സർപ്രൈസ് തരുന്നുണ്ട് ഇന്ന് തന്നെ. സർപ്രൈസ്? എന്ത് സർപ്രൈസ്? സർപ്രൈസ് എന്താന്ന് തുറന്നു പറഞ്ഞാ പിന്നെ എന്റെ സർപ്രൈസാ സർ. ഇതൊരു സർപ്രൈസ്. തൽക്കാലം സാർ അത്ര അറിഞ്ഞാ മതി. ശരി ശരി, ആയിക്കോട്ടെ. നൗ ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ്. ഓൾ ദി ബെസ്റ്റ്. ശരി സർ, ബൈ. ടേക്ക് കെയർ. യു ടു. ബൈ. ഇപ്പോ ചുമ മാറുന്ന മെഡിസിൻ കിട്ടിയില്ലേ? ഇനി വേറെ ടാബ്ലറ്റ് വാങ്ങണ്ടല്ലോ. തമാശ പറയുമ്പോഴെങ്കിലും അല്പം ഗൗരവം കുറയ്ക്കണം. എന്നാലേ ബാക്കിയുള്ളവർക്ക് ചിരിക്കാൻ പറ്റും. അയ്യോ കഷ്ടം. ശരി, അപ്പൊ വേറൊന്നും ചോദിക്കാനും പറയാനുമില്ലല്ലോ. ഞാൻ ഫോൺ കട്ട് ചെയ്യാം. ആരോ ഫോണില്? ആരോ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ശ്രീലക്ഷ്മി അല്ലേ അത്? ആ ചോദ്യം മനസ്സിലായില്ല. ശ്രീലക്ഷ്മി ആയിരുന്നെങ്കിൽ ഫോൺ നിന്റെ തരില്ലായിരുന്നു ഞാൻ. ഇല്ല, നീ തരില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഫോൺ കട്ട് ചെയ്തിട്ട് കോൾ ലിസ്റ്റിൽ നിന്ന് നീ അവളുടെ പേര് വരെ ഡിലീറ്റ് ചെയ്യും. നീ ആരാ മോൻ? കാണുന്നതല്ലേ കുറെ കാലമായിട്ട്. ഓ ആയിക്കോട്ടെ, കണ്ടതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. അതങ്ങ് ആലോചിച്ചാ മതി. അറിയാം, പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാള്, ഉദാഹരണത്തിന് അച്ഛന് സുഖമില്ലാതായ നോക്കാനും ശുശ്രൂഷിക്കാനും നമ്മൾ പോവും. വേണ്ടപ്പെട്ടവരാണെങ്കിൽ പോവും. അതിന് നിന്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ഛന് കുഴപ്പമില്ല. കുഴപ്പമുള്ളത് രവിവർമ്മൻ സാറിനാ. രവിവർമ്മ സാറിനോ? അതെ അമ്മ, രവിവർമ്മൻ സാറിന് സുഖമില്ല. നല്ല ചുമയും ജലദോഷം. അതൊന്നും വകവെക്കാതെ സാറ് ജോലി ചെയ്തോണ്ടിരിക്കുക. ഞാൻ ഒന്ന് ഓഫീസ് വരെ പോയി നോക്കിട്ട് വന്നോട്ടെ. ഈ സമയത്തോ? അതെന്തിനാ? അമ്മയല്ലേ പറഞ്ഞത് നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ പോവാന്ന്. എനിക്ക് പോയി സാറിന് അല്പം ചുക്ക് കാപ്പി ഇട്ട് കൊടുത്തിട്ട് വരണമെന്നുണ്ട്, പ്ലീസ്. അതിന് നീ എന്തിനടി പോന്നേ? ഫോണിൽ പറഞ്ഞ പോരെ? അവിടെ ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ ആൾക്കാരുണ്ടാവുമല്ലോ. അയ്യോ, ഫോണിലൊന്നും പറഞ്ഞു കൊടുത്താൽ ശരിയാവില്ല അമ്മേ. പിന്നെ ഡ്യൂട്ടി സമയം കഴിഞ്ഞില്ലേ, പ്യൂണൊക്കെ പോയിട്ടുണ്ടാവും. മാത്രല്ല ഞാൻ നേരിട്ട് ചെല്ലുമ്പോ സാറിന് കൂടുതൽ സന്തോഷാവും. അതുകൊണ്ട് അതിപ്പോ നീ ഒറ്റയ്ക്ക് പോയാല് നിന്റെ അച്ഛനൊന്നും വന്നിട്ടുമില്ല. എന്റെ അമ്മേ, രവി സാർ എന്റെ പഠിത്തത്തിന്റെ കാര്യത്തിനും ജോലിയുടെ കാര്യത്തിലും എന്തെല്ലാം സഹായങ്ങളെ ചെയ്തെന്ന മനുഷ്യനാ. ഇന്ന് വരെ ഒരു ചെറുവിരൽ കൊണ്ടെങ്കിലും നമ്മൾ തിരിച്ചു സഹായിച്ചിട്ടുണ്ടോ? അപ്പൊ ഇതുപോലുള്ളൊരു സമയത്ത് നമ്മൾ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ മോശമല്ലമ്മേ. ഞാൻ പെട്ടെന്ന് പോയിട്ട് വേഗം വരാം. അല്ലടി, അതിപ്പോ നിന്റെ അച്ഛൻ വന്നിട്ട് എന്തു പറയുമെന്ന് ഓർക്കുമ്പോഴാ ഒരു പ്രശ്നം. ആദ്യം അമ്മ ചുക്കാപ്പി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് പറ. നില്ല്, ഞാൻ എടുത്തുതരാം. ഇത് ചുക്ക്, ഇത് കുരുമുളക്, ഇത് കാപ്പപ്പൊടി, ഇത് കരിപ്പോട്ടി. പിന്നെ ഈ ടിന്നൊക്കെ കളയാതെ മടക്കി കൊണ്ടുവരണം, മനസ്സിലായോ? ഇവിടുന്ന് പരിചയമുള്ള ആരുടെങ്കിലും ഓട്ടോ പിടിച്ച് വേണം പോകാൻ. പോയി ഷോൾ എടുത്തിട്ടുണ്ട് വാടി. ഈ കാശ് പിടിക്കേ. ശരി അമ്മ, ഞാൻ പോയിട്ട് വരാം. വേഗം വരാട്ടോ.
എന്റെ ദേവി, ഒരു നല്ല കാര്യത്തിന് പോകുന്നതാ, കുഴപ്പമൊന്നും വരുത്തരുതേ. യോ, അങ്ങേര് വരുന്നതിന് മുന്നേ ഇവിളിങ്ങി തിരിച്ചെത്തിയാൽ മതിയായിരുന്നു. ആ നജീബ് മാഡം, താൻ എവിടെയായിരുന്നു? ഞാൻ സ്റ്റോർ റൂമിലുണ്ടായിരുന്നു മാഡം. പുതിയ സ്റ്റേഷനറി സ്റ്റോക്ക് വന്നു. നമ്മുടെ രവിവർമ്മൻ സാറിന് തീരെ സുഖമില്ല. നല്ലൊരു കോഫി ഉണ്ടാക്കി കൊടുക്കണം താൻ. ഞാൻ ഗുളിക വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. ശരി മാഡം. നജീബിക്ക, ആ എന്തായി ചെയ്യുന്നേ? സ്റ്റാഫുകളെല്ലാം പോയിട്ടും ചായ ഇടുവാണോ ഇവിടെ? രവി സാറിന് നല്ല സുഖമല്ല, ചുമയാ. കുറച്ച് കോഫി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. കറക്റ്റ്. വെറും കോഫിയല്ല, നല്ല ചുക്ക് കാപ്പിയാണ് ബെസ്റ്റ്. ഇക്ക അങ്ങോട്ട് മാറും. ഇന്നീ കാപ്പിക്കട നടത്താൻ പോകുന്നത് ശ്രീലക്ഷ്മിയാ. ഓ, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്ര ഇത്. സാറിന് ചുമയും ജലദോഷം വന്നതാ ഇതിന് കാരണം. അല്ലെങ്കിൽ ഞാനിപ്പോ സാറിനെ കാണാൻ വരുമായിരുന്നില്ല, അല്ലേ സർ? അതെ, ഏതായാലും തന്റെ വരവ് നന്നായി. എന്റെ ചുമ നിന്നല്ലോ. ഇതിന് ബട്ടർഫ്ലൈ എഫക്ട് എന്നാ പറയുന്നത്. അതെന്താ സർ ഈ ബട്ടർഫ്ലൈ എഫക്ട്? ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു ചിത്രശലഭം ചിറകടിച്ചാൽ മറ്റൊരു കോണിൽ ഭൂകമ്പമുണ്ടാവുന്ന സയൻസിൽ ഒരു പറച്ചിലുണ്ട്. ഒരുതരം ബാലൻസിംഗ് ആക്ട്. അതുപോലെ നമ്മളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നവരെ കാണാൻ നമ്മൾ ആഗ്രഹിച്ചാൽ അത് ഉറപ്പായിട്ടും നടന്നിരിക്കുമെന്ന് ചുരുക്കം. അത് സത്യമാണ് സർ. ഞാൻ സാറിനെ കാണാൻ എന്തുമാത്രം കൊതിച്ചിരിക്കായിരുന്നു എന്നറിയോ? അപ്പോഴാ സാറിന് സുഖമില്ലെന്ന് അറിഞ്ഞത്. അങ്ങനെ നമുക്കിടയിലെ ബട്ടർഫ്ലൈ എഫക്ട് വർക്കൗട്ടായി. ഞാനിപ്പോ ദേ സാറിന്റെ തൊട്ടരികിലിരിക്കുന്നു. യെസ്, യു ആർ കറക്റ്റ്. എനിവേ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. താങ്ക് യു ശ്രീലക്ഷ്മി. താങ്ക് യു വെരി മച്ച്. അച്ഛാ, എന്താ ടച്ചാ? എന്തിനെങ്ങനെ ഇവിടെ വന്നിരിക്കുന്നു? കടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല മോളെ. നീ ഓഫീസിൽ പോയിരുന്നു? അച്ഛാ, രവി സാറിന് തീരെ വയ്യായിരുന്നു. ചുക്കാപ്പിട്ട് കൊടുക്കാൻ പോയതാ. ആരുടെ കൂടെ തിരികെ വന്നത്? രവി സാറിന്റെ കൂടെ. ഞാൻ പോകില്ലായിരുന്നു അച്ഛാ, പക്ഷെ ഫോണിൽ സാറിന്റെ ശബ്ദം കേട്ടപ്പോ തീരെ വയ്യാന്ന് മനസ്സിലായി. അതാ ഞാൻ പോയത്. തെറ്റല്ല, പക്ഷേ ഈ രാത്രി നേരത്ത്, അതുമല്ല അത്രയും വലിയൊരാൾ നമ്മുടെ കോളനിയുടെ മുമ്പിൽ കാറിൽ കൊണ്ടു നിറക്കാന്നൊക്കെ പറഞ്ഞ
അച്ഛാ. മോളെ, നമ്മൾ സാധാരണക്കാരാ. രവി സാറ് നല്ലൊരു മനുഷ്യനാ. പക്ഷേ ആളുകൾക്ക് എന്തും പറയാം. അതിനെന്റെ മോളെ ഇടവരുത്തരുത്. അച്ഛാ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. ഹലോ സർ. എന്താണ് മാഡം, ഉറക്കം തൂങ്ങിയിരിക്കണോ അതോ നാളത്തെ പരീക്ഷയ്ക്കിരുന്ന് പഠിക്കുന്നു? ഒന്നുമില്ല സർ, വെറുതെ കിടക്കായിരുന്നു. വെരി ഗുഡ്. അപ്പൊ എനിക്ക് അല്പം സ്വകാര്യമായിട്ട് സംസാരിക്കാനുള്ള ടൈമും സ്പേസും ഉണ്ട്. അതെ, നാളെ നമുക്ക് അല്പനേരം ഒന്ന് കാണണമല്ലോ. ഒരു 5-10 മിനിറ്റ് മതി. എന്താ, നടക്കോ? കുഴപ്പമൊന്നുമില്ല സർ. എന്താ കാര്യം അറിയാൻ പറ്റോ? പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല, തന്നോട് ചെറിയൊരു സംശയം ചോദിക്കാനാ. സംശയോ? അതെ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഈ മലയാളി കാമുകി കാമുകന്മാര് ആർത്തുല്ലസിക്കുന്ന ഒരു ദിവസമുണ്ട്, വാലന്റൈൻസ് ഡേ. പണ്ടൊക്കെ ഈ നാട്ടിലെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് മിണ്ടാൻ, അവരോടൊരു വാക്ക് സംസാരിക്കാൻ ബസ് സ്റ്റോപ്പിലും ലൈബ്രറിയിലും പാർക്കിലും ഇടനാഴികളിലും മണിക്കൂറുകൾ കാത്തു നിൽക്കണമായിരുന്നു. ഇന്നിപ്പോ പരസ്പരം നേരിട്ട് കാണുക പോലും ചെയ്യാതെ വിർച്വൽ മാരേജ് നടക്കുന്ന കാലം. ലോകം മാറിപ്പോയെന്ന് സാരം. സാറ് പറഞ്ഞു വരുന്നത്? ഓ, ഐ എം സോറി. കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എന്റെ ഒരു യങ് ഫ്രണ്ടിന് അവന്റെ കാമുകിക്ക് കൊടുക്കാൻ ഒരു വാലന്റൈൻസ് ഗിഫ്റ്റ് വേണം. തനിക്ക് എന്താ ഒരു സജഷൻ പറയാനുള്ളത്? ഞാൻ സജഷൻ പറയാനോ? അതെ, തനിക്കല്ലേ ഈ വാലന്റൈൻസ് ഡേ അടിച്ചുപൊളിക്കുന്ന യങ് ജനറേഷൻ. താനോ തന്റെ കൂട്ടുകാരോ ഒക്കെ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു ഐറ്റം പറഞ്ഞാൽ മതി. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ വർഷം തനിക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നിരുന്നു. തന്നെങ്കിൽ ആരെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഗിഫ്റ്റ് എന്താന്ന് പറഞ്ഞാൽ മതി. തന്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനാ. സോറി സർ, എന്നെ പോലുള്ള ഇടത്തരക്കാർക്ക് വാലന്റൈൻസ് ഡേ ഒക്കെ ഒരു ആർഭാടമാണ്, പ്രത്യേകിച്ചും എനിക്ക്. വീട്ടുകാരെ വളർത്തി പഠിപ്പിച്ച് വിവാഹം ചെയ്തയക്കും. വാലന്റൈൻസ് ഡേ പോയിട്ട് വെഡിങ് ഡേക്ക് പോലും നമുക്ക് സ്വന്തമായിട്ടൊരു ചോയ്സ് പറയാൻ പറ്റില്ല. അതാ ഞങ്ങളുടെ തലവിധി. ശ്രീലക്ഷ്മി, താനെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാനവിടെ കൊണ്ടാക്കിയപ്പോ വരെ താൻ നല്ല ഉത്സാഹത്തിലായിരുന്നല്ലോ, ഇപ്പൊ എന്തുറ്റി? ഒന്നുമില്ല സർ, 2-3 ദിവസം ഉറക്കൊഴിഞ്ഞ് പഠിച്ചിട്ടാണെന്ന് തോന്നുന്നു. നല്ല ക്ഷീണമുണ്ട്. നാളെ പരീക്ഷയുള്ളതല്ലേ, നേരത്തെ എഴുന്നേൽക്കണം. ഉറക്കം വരുന്നു. ഗുഡ് നൈറ്റ്. ശ്രീലക്ഷ്മി, എന്റെ അമ്മേ, അപ്പൊ സീൻ ഡാർക്ക് ആയല്ലോ. എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു? ഒരച്ഛൻ മകളോട് സാധാരണ പറയുന്നത് തന്നെ. അച്ഛൻ പറയുന്ന ആളെ ഞാൻ കല്യാണം കഴിക്കണമെന്ന്. ദൈവമേ, അത് വല്ലാത്തൊരു കുരുക്കാണല്ലോ. അതെ, ആ കുരുക്കിലെ ശ്വാസം മുട്ടുക എനിക്കിപ്പോ. അച്ഛനെ എതിർത്ത് ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യില്ല ഞാൻ. എന്റെ അച്ഛനും അമ്മയും എനിക്കെന്റെ ജീവനേക്കാളും വലുതാ. പക്ഷേ അതെ, അവിടെയാണ് ഒരു പക്ഷേയുള്ളത്. അറിഞ്ഞോ അറിയാതെയോ പ്രണയത്തിൽ വീണുപോകുന്ന ഏതൊരു പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും പ്രശ്നമാണിത്. എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. ഇവിടിപ്പോ രവിവർമ്മൻ സാറ് നിന്നോട് ഇതുവരെ നേർക്കുനേർ നിന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതെ, നീയും അങ്ങനെ ഇടിച്ചേറി ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രപ്പോസൽ നടത്തിയിട്ടില്ല. പക്ഷെ രണ്ടുപേർക്കും അറിയാം കാര്യം എന്താന്ന്. അതിന് നേരിട്ട് പറഞ്ഞ് പരസ്പരം പുളകിതരാകാനുള്ള സന്ദർഭമാണ് വരാനിരിക്കുന്നത്. നീ വെറുതെ വെയിറ്റ്. നോക്ക്, ഈ സമയത്ത് നിനക്കോ എനിക്കോ ഒന്നും ചെയ്യാനില്ല ഇവിടെ. ഇന്ന് എക്സാം കഴിയും. പരീക്ഷ കഴിഞ്ഞിട്ട് മനസ്സിലുള്ളത് പറയാന്നാ രവിവർമ്മൻ സാറ് സൂചിപ്പിച്ചിട്ടുള്ളത്. കറക്റ്റ്? അതെ. അപ്പൊ നീയും അതിനായിട്ട് അല്പം പ്രിപ്പയർ ചെയ്തിരുന്നാ മതി. പരീക്ഷ കഴിഞ്ഞ് വീണ്ടും ഓഫീസിൽ പോകുന്ന ദിവസം മറ്റൊന്നും നോക്കരുത്. നേരെ രവിവർമ്മൻ സാറിന്റെ ക്യാബിനില് ഇടിച്ചു കയറണം. എന്നിട്ട് നേരെ കണ്ണിൽ നോക്കി സ്ട്രോങ് ആയിട്ട് ശ്വാസം പിടിച്ച് ഒറ്റ പറച്ചിലങ്ങ് പറഞ്ഞാ മതി.
മിസ്റ്റർ രവിചന്ദ്രവർമ്മൻ, ഐ ലവ് യു. അതിപ്പോ അങ്ങനെ ചോദിച്ചാ ശരി, അത്ര കൺഫ്യൂഷൻ ആണെങ്കിൽ നീ വേണ്ട, ഞാൻ പോയി പറഞ്ഞോളാം ഐ ലവ് യു സർ എന്ന്. എന്താ പറഞ്ഞേ? നിന്നെ ഞാൻ ധൈര്യം പറയും. നീ എന്റെ പൊന്നെ, എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി പറയാന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്നെ വിട്ടുപിടി, ഞാൻ നിരപരാധിയാ. അങ്ങനെ വഴിക്ക് വാ ചേച്ചി. പോവാ. ജീവിതം ഒരു മഹാസമുദ്രമാകുമ്പോൾ ഒറ്റപ്പെട്ട തോണിയിലെ യാത്രക്കാരാണ് നമ്മൾ. എവിടെ വെച്ച് എങ്ങനെ ഒറ്റപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്നതിൽ ഇനി അർത്ഥമില്ല. കൂടെ തുഴയാൻ ഒരു കൂട്ടുണ്ടാവുമോ എന്നതാണ് പ്രധാനം. രവിചന്ദ്രവർമ്മന്റെ ജീവിതത്തിൽ അങ്ങനൊരാളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അത് അവളോട് പറയേണ്ട ദിവസമാണെന്ന്. ആ വിരലിലേക്ക് ആകാശവും ഭൂമിയും സാക്ഷി നിൽക്കുമ്പോൾ ഞാനൊരു മുദ്ര സമ്മാനമായി അണിയിക്കും. ഇന്ന് തന്നെ. Happy Valentine's Day.